ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് എപ്പോഴും ചെയ്യുക. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിംഗ് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൻ്റെ മെമ്പറും ആവാം. മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടെന്നുണ്ട് വെച്ചാൽ പറഞ്ഞാൽ വേഗം ആക്സസ് കിട്ടണം എന്നുണ്ട് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ മെമ്പേഴ്സിന് എല്ലാം വീഡിയോസ് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നോൺ മെമ്പേഴ്സിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ആ സമയത്തെ അത് റിലീസ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം അക്വേറിയസ്. ആൻഡ് എന്താണ് നിങ്ങളുടെ മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി പേജ് ഓഫ് കപ്സ്. ആൻഡ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷൻ ഈ സമയത്ത് ഫൂളാണ്. അപ്പോൾ അക്വേറിയസ്, ഞാനിത് കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആയിട്ടാണ്. ഓക്കെ, ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു പുതിയ ബിഗിനിങ് ആണ് റിലേഷൻഷിപ്പിൽ. ഇതൊരു പുതിയ പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ ഒരു ഓഫർ കൊടുക്കണം എന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ഓപ്പണായി സംസാരിക്കണം എന്നുണ്ട്. അവരോട് നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് പറയണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ ഞാനൊരു ക്രഷ്, ഒരു ഇൻഫാച്വേഷൻ മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. ഫുൾ എനർജിയാണ് മ്യൂച്വൽ നിങ്ങളുടെ എനർജി സിറ്റുവേഷൻ. അപ്പോൾ ഇതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ കാര്യമാണ്. ഒരു മേ ബി നിങ്ങൾ ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവും, റീസെൻ്റ്ലി മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇപ്പോഴാണ് നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ പോണേ, ഓർ നിങ്ങൾ രണ്ടാളും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ പോകണു. ഇതൊരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഈ ഏസ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ ഈ പുതിയ ബിഗിനിങ്? 5 of swords ഉണ്ട് ഇവിടെ, ആൻഡ് 8 of pentacles. ഈ പേഴ്സൻ്റെ എനർജിയിൽ പേജ് ഓഫ് കപ്സ് എന്താണ്? എംപ്രസ് ആൻഡ് ടവർ. ഈ ഫൂൾ എനർജി എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും സിറ്റുവേഷൻ ഒരു സ്റ്റാഗ്നൻ്റ് ആയി സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ രണ്ടാളും. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളും മേ ബി ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഒന്നും മുമ്പോട്ട് പോകണ്ടായില്ല. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് സോണിൽ തന്നെ ആയിരുന്നു നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്. പക്ഷെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് തരുന്നുണ്ട്. ആൻഡ് ഇത് ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പോൾ ആ സ്റ്റാഗ്നേഷൻ ഉള്ള എനർജിന്ന് നിങ്ങൾ പുറത്തു വരണു. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സണിന്റെ റീസെൻ്റ്ലി ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലച്ച ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ വർക്കിന്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് വെച്ചാൽ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഇവിടെ ഗോസിപ്പ് ഞാൻ കുറെ കാണുന്നുണ്ട്. കുറെ ഒരു ഈ ഓഫീസ് ഗോസിപ്പ് ഉണ്ടാവണ മാതിരി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ഓഫീസ് അല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട് വെച്ചാൽ, ഇല്ല വെച്ചാൽ നിങ്ങൾ കോളേജിലാണ് വെച്ചാൽ. ഞാൻ ഇവിടെ കുറെ ഒരു ഗോസിപ്പ് മാതിരി ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ടവർ ആൻഡ് എംപ്രസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഷോക്കിംഗ് എൻഡിങ്.
ഇപ്പോൾ ഇത് ചില വെരി ഫ്യൂ കേസസിൽ, ആൻഡ് ഇത് എല്ലാവർക്കും ഒബ്വിയസ്ലി ആവില്ല, പക്ഷെ വെരി 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 ഫ്യൂ കേസസിൽ ഈ പേഴ്സന്റെ മദർ റീസെൻ്റ്ലി എക്സ്പയർ ആയി, ഓർ എൽസ് അവർ പാസ് അവേ ആയി. ആൻഡ് അതാണ് ഇവിടെ ഒരു അതൊരു ഷോക്കിംഗ്, അവർക്കൊരു ഷോക്കിംഗ് സമയമായിരുന്നു, ഒരു കുറെ ഡിഫിക്കൾട്ട് സമയമായിരുന്നു. അപ്പോൾ അതല്ലച്ചാൽ അവരുടെ എന്തോ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, അതും ആവാം. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു പേഴ്സന്റെ ലൈഫിൽ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് റീസെന്റ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഡെസ്റ്റിൻഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളും ഞാൻ പറഞ്ഞ മാതിരി മുമ്പേയും ഫ്രണ്ട്സ് ആയിരുന്നു. മുമ്പേ മേ ബി നിങ്ങൾ രണ്ടാൾക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, പക്ഷെ അപ്പോൾ സമയം ശരിയായിരുന്നില്ല. ഇപ്പോൾ ആ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആദ്യം ഈ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യണം എന്നുണ്ടാവില്ല. നിങ്ങളുടെ വിഷ് ആയിരുന്നു ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന്. ആൻഡ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ വിഷ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് എക്വൈറിയസ് എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഈ പേഴ്സൺ. ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ വിഷ് ഗ്രാൻഡ് ചെയ്യണു. ഇപ്പോൾ ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? അപ്പോൾ ഈ പേഴ്സണും കുറെ ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവര് അൺഷുവർ ആണ്. ചില സമയത്ത് അവർക്ക് നിങ്ങളോട് അവരുടെ മനസ്സിന്റെ കാര്യം പറയണം എന്നുണ്ടാവും, പിന്നെ അവരുടെ മനസ്സ് മാറും. അപ്പോൾ കുറെ ഒരു അൺപ്രെഡിക്റ്റബിൾ അൺസ്റ്റേബിൾ എനർജിയാണ് അവരുടെ. അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർക്കൊരു പേടിയുണ്ട് ഇത് തുറന്ന് സംസാരിക്കാൻ. നിങ്ങൾ റിജക്ട് ചെയ്തോ അങ്ങനത്തെ ഒരു പേടിയുണ്ട്. അപ്പോൾ അവരുടെ ഫീലിങ്സ് എപ്പോഴും ഒളിപ്പിച്ചിട്ടാണ് വയ്ക്കുക. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേയും ഞാൻ പറഞ്ഞ മാതിരി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ രണ്ടാളും ആ സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റീനെ മിസ് ചെയ്തു എന്തോ കാരണം കൊണ്ട്. പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ പറഞ്ഞാൽ അവർക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടും അവർ നിങ്ങളോട് ഇത് തുറന്ന് പറയാൻ കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്? അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ശരിയായ സമയം ആവട്ടെ എന്ന് ഹോപ്പ് ആയിരിക്കും. അതല്ലച്ച ഈ പേഴ്സൺ എന്തെങ്കിലും തുറന്ന് പറയുമെന്ന് നിങ്ങൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സന്റെ സൈഡിന് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയാൽ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് നിങ്ങളുടെ മനസ്സിന്റെ കാര്യം പറയും. ഈ പേഴ്സന്റെ ഇന്റൻഷൻ നിങ്ങൾക്ക് എന്താ? ഹെർമിറ്റ്. അപ്പൊ അവരുടെ സൈഡിന് അവര് കുറച്ച് സമയം എടുക്കും നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് വരാൻ. പക്ഷെ അവർക്ക് ഈ ഫോർവേഡ് മൂവ്മെന്റ് വേണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ അവർക്ക് ധൃതിയില്ല. അവർക്ക് സമയം എടുത്തിട്ട് നിങ്ങൾ രണ്ടാളും കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ട് മതി, അങ്ങനെ ആണ് ഒരു എനർജി അവരുടെ. പക്ഷെ അവർക്ക് ഫോർവേഡ് മൂവ്മെന്റും വേണം. ഓക്കെ, അപ്പോൾ ഇതൊരു കാഷ്വൽ ആയിട്ടല്ല അവർ എടുക്കണത്. പക്ഷെ മേ ബി ഈ സമയത്ത് അവര് റെഡിയായി ഫീൽ ചെയ്യണില്ല ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. എന്താണ് നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവുക ഫ്യൂച്ചറിൽ? സൺ. അപ്പോൾ ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണോട് ഡെഫിനറ്റ്ലി പറയാൻ പോകുന്നുണ്ട്. ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സന്റെ എനർജി ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്, മെജിഷ്യൻ ആൻഡ് 9 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ പോകുന്നുണ്ട് ഈ പേഴ്സണോട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തു ഈ പേഴ്സണെ മറക്കാൻ, പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്തില്ല. ഈ പേഴ്സന്റെ എനർജിയിലെ ക്വീൻ ഓഫ് സോർഡ്സ് ആണ്, മെജിഷ്യൻ ആണ്. നിങ്ങൾ ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് പറയുമ്പോൾ ഇനീഷ്യലി ഇവരുടെ റിസ്പോൺസ് കുറച്ചൊരു ഡിഫെൻസീവ് ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കും.
ഇതൊരു ഡിവോഴ്സ്ഡ് വുമന്റെയും എനർജിയാണ്. അപ്പോൾ ചില കേസസിൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സന്റെ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആണ് ആരുടെയും അടുത്തുനിന്ന്, അവരുടെ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതല്ലച്ചാ ഇവര് കുറെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സന്റെ എനർജി 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. 9 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ എവിടെയോ എനിക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് ഇപ്പോൾ റെഡി അല്ല. ഓക്കെ, അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം, പക്ഷെ അവർക്ക് മേ ബി ഈ സമയത്ത് അവരുടെ കരിയറിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പൊ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക ഈ റിലേഷൻഷിപ്പിന്റെ? അപ്പൊ ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ഓഫർ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് ആക്സെപ്റ്റ് ചെയ്യില്ല. എന്താ വെച്ചാൽ അവർക്ക് കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ചൊരു പേടിയുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ പേഴ്സൺ ആണ്. ഓക്കെ, അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയും. ഇവിടെ ഒരു റിലേഷൻഷിപ്പും ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ മാരേജ് വരെ പോവാനുള്ള ഈ പേഴ്സൺ റെഡി അല്ല. പറഞ്ഞ ആ സ്റ്റേറ്റിൽ അവർ എത്തിയിട്ടില്ല. ആ സ്റ്റേജ് വരെ അവർ അതാവുമ്പോഴേക്കും ഈ പേഴ്സൺ കുറച്ചൊരു ബാക്ക് അവേ ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് കമ്മിറ്റ്മെന്റിന്റെ ഐഡിയ അവർക്ക് ഇതുവരെ പറഞ്ഞ അവർ അതിന് മെന്റലി റെഡി അല്ല. ഓക്കെ, അപ്പോ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ളത്? ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ മനസ്സിൽ കുറെ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അവര് തുറന്ന് പറയൂല. അതാണ് പ്രോബ്ലം. പക്ഷെ അവർക്ക് നിങ്ങളോട് അവരുടെ ഫീലിങ്സ് പറയണം എന്നുണ്ട്. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. ഇതിന്റെ മുമ്പേ അവരെന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ടുണ്ടാവും, ഓരൽസ് എന്തെങ്കിലും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അതിനെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ട്. ഐ കുഡന്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ. ആൻഡ് ഇവിടെ ഫൈൻഡിങ് ഔട്ട് ദ ട്രൂത്ത് ക്രഷ്ഡ് മീ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്ന് എനർജി. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ജെമിനായി, ക്യാൻസർ, വെർഗോ, സ്കോർപ്പിയോ, ലിയോ, ജെമിനായി ഉണ്ട്. ജെമിനായി ഞാൻ പറഞ്ഞു ഓൾറെഡി. അക്വേറിയസ്. അപ്പോൾ ഇതാണ് സൈൻസ്. ലീബ്ര ഉണ്ട്. ഓക്കെ, ഇതാണ് സൈൻസ് ഞാൻ ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് അയച്ചാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക വീഡിയോനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.